ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ദിവസത്തിൻ്റെ മനോഹരമായ പ്രഭാതത്തെ കാണാൻ ദൈവം നമ്മളെ സഹായിച്ചു തോർത്ത നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വചനമാകുന്ന മന്ന ഭക്ഷിക്കാൻ തക്കോണം നിങ്ങളേവരെയും ഈ മോർണിംഗ് മന്നയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ ആലോചനയെ നമുക്കിന്ന് കേൾക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഭാഗം പ്രകൃതിയിൽ നിന്ന് പഠിക്കുവാൻ പല പാഠങ്ങൾ. ഒരു വാക്യം അതിനാധാരമായി വായിക്കുന്നത് 148 സങ്കീർത്തനം അതിൻ്റെ 5-6. അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കാൻ അവ യഹോവയെ സ്തുതിക്കട്ടെ. അവൻ അവയെ സദാകാലത്തേക്കും സ്ഥിരമാക്കി ലംഘിക്കരുതാത്ത ഒരു നിയമം വെച്ചുമിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ നോക്കുമ്പോൾ ദൈവം വനത്തിലെ ജീവികളെ സംരക്ഷിക്കുന്നു. സങ്കീർത്തനക്കാരൻ്റെ വിവരണം എത്ര മനോഹരമായിരിക്കുന്നു. ഉയർന്ന മലകൾ കാട്ടാടുകൾക്കും പാറകൾ കുഴിമുയലുകൾക്കും സങ്കേതമാകുന്നു എന്ന് 104 സങ്കീർത്തനത്തിൻ്റെ 18 വാക്യത്തിൽ പറയുന്നു. അവൻ ഉറവകളെ താഴ്വരകളിലേക്ക് ഒഴുക്കുന്നു. അവ മലകളുടെ ഇടയിൽ കൂടി ഒലിക്കുന്നു. അവയുടെ തീരങ്ങളിൽ ആകാശത്തിലെ പറകൾ വസിക്കുകയും കൊമ്പുകളുടെ ഇടയിൽ പാടുകയും ചെയ്യുന്നു. 104 സങ്കീർത്തനത്തിൽ 10 മുതൽ 12 ഭാഗങ്ങൾ. കുന്നുകളിലെയും കാട്ടിലെയും സകല ജീവികളും ദൈവത്തിൻ്റെ കുടുംബത്തിലെ ഓരോ ഭാഗമാണ്. അവിടുന്ന് തൃക്കൈ തുറന്ന് ജീവനുള്ളതിനെയൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്നു. ആൽപ്സ് പർവ്വതനിരകളിലെ കഴുകന്മാർ കൊടുങ്കാറ്റിൽപ്പെട്ട് ഇടുങ്ങിയ പിളർപ്പുകളിലേക്ക് വീണുപോകാറുണ്ട്. കാട്ടിലെ കരുത്തേറിയ ഈ പക്ഷികളെ കൊടുങ്കാറ്റും മേഘങ്ങളും ഉന്നതങ്ങളിലെ സൂര്യവെളിച്ചത്തിൽ നിന്ന് മറയ്ക്കുന്നു. ഇരുട്ടുകൊണ്ട് ഉയരങ്ങളിലെ അവയുടെ കൂടുകളെ അവയ്ക്ക് കണ്ടെത്താൻ കഴിയാതെ വരുന്നു. രക്ഷപ്പെടാനുള്ള പ്രയത്നങ്ങൾ പലപ്പോഴും പാഴാകുന്നു. ഒരു കഴുകൻ പെൺപക്ഷി അവളുടെ ശക്തമായ ചിറകുകൾ വീശി അതിവേഗം അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നു. അവളുടെ കരച്ചിൽ ശബ്ദം മലകളിൽ പ്രതിധ്വനിക്കുന്നു. ഏറെ നേരങ്ങൾക്ക് ശേഷം വിജയഭാവത്തോടെ മേഘങ്ങളെ തുളച്ച് അവൾ ഉയരത്തിലേക്ക് കുതിക്കുന്നു. അവൾ വീണ്ടും സൂര്യവെളിച്ചത്തിലെത്തി. ഇപ്പോൾ ഇരുട്ടും കൊടുങ്കാറ്റുമെല്ലാം അവൾക്ക് വളരെ കീഴിയായിരിക്കുന്നു. നോക്കണം പ്രിയമുള്ളവരെ, പ്രകൃതിയിൽ നിന്ന് പഠിക്കുവാൻ നമുക്ക് പല പാഠങ്ങൾ. മലകളെയും കാടുകളെയും ദൈവം അതിലൂടെ ജീവികളെ എങ്ങനെ സംരക്ഷിക്കുന്നു, അത് അവർക്ക് അങ്ങനെ പ്രയോജനപ്രദമായിരിക്കുന്നു എന്നത് നമ്മൾ സങ്കീർത്തനത്തിലൂടെ മനസ്സിലാക്കി. ഉറവകൾ താഴ്വരയിലേക്ക് ഒഴുകുന്നത്, മലകളുടെ ഇടയിലേക്ക് ഒലിച്ചു വരുന്നതൊക്കെ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു. പറവകൾ ആ വൃക്ഷങ്ങളിലും ഒക്കെ അതിൻ്റെ കൊമ്പുകളിലൊക്കെ ഇടിക്കുകയും പാടുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നു. പ്രിയമുള്ളവരെ, തൃക്കൈ തുറന്ന് ജീവനുള്ളതിനൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്നു എന്ന് സങ്കീർത്തനക്കാരൻ ആവർത്തിച്ച് പറയുന്നു. ഇവിടെ ആൽപ്സ് പർവ്വതങ്ങളിലെ കഴുകന്മാരെക്കുറിച്ച് നമ്മൾ കേൾക്കുണ്ടായി. അവർ വളരെ ഉയർന്ന് പറക്കുന്ന ജീവിയാണ്, കരുത്തേറിയ പക്ഷിയാണ്. പക്ഷേ കൊടുങ്കാറ്റും മേഘങ്ങളും ഉന്നതങ്ങളിലെ സൂര്യവെളിച്ചത്തിൽ നിന്ന് അവരെ മറയ്ക്കുന്നു. ഇരുട്ടുകൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യുന്നു, ഉയരങ്ങളിലെ അവയുടെ കൂടുകളെ അവയ്ക്ക് കണ്ടെത്താൻ കഴിയാതെ വരുന്നു. ഇരുട്ടിലൂടെ അവർക്ക് കൂട് കണ്ടെത്താൻ കഴിയാതെ വരുന്നു. രക്ഷപ്പെടാനുള്ള അവരുടെ പ്രയത്നങ്ങൾ പലപ്പോഴും പാഴാകുന്നു. ഒരു കഴുകൻ പെൺപക്ഷി അവളുടെ കരച്ചിൽ, അവളുടെ ചിറകുകൾ വീശി അതിവേഗം അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നു. പക്ഷേ അവളുടെ കരച്ചിൽ ശബ്ദം എന്ത് ചെയ്യുന്നു, മലകളിൽ പ്രതിധ്വനിക്കുന്നു. പക്ഷെ അവൾ നിരാശയാവുന്നില്ല. പക്ഷി ഏറെ നേരത്തെ ശ്രമത്തിന് ശേഷം വിജയഭാവത്തോടെ മേഘങ്ങളെ തുളച്ച് അവൾ ഉയരത്തിലേക്ക് കുതിക്കുന്നു. അവൾ വീണ്ടും സൂര്യവെളിച്ചത്തിലെത്തി. ഇപ്പോൾ ഇരുട്ടും കൊടുങ്കാറ്റുമെല്ലാം അവൾക്ക് വളരെ കീഴെയായിരിക്കുന്നു. നാമും അങ്ങനെ പ്രയാസങ്ങളും നിരാശകളും അന്ധകാരവും കൊണ്ട് വലയം ചെയ്യപ്പെടാം. വ്യാജ ആരോപണങ്ങളും ദുരന്തങ്ങളും അന്യായവും നമ്മെ അടിച്ചിട്ടെന്ന് വരാം. നമുക്ക് മാറ്റുവാൻ കഴിയാത്ത കാർമേഘങ്ങളുണ്ടാകും. സാഹചര്യങ്ങളോട് ചിലപ്പോൾ നിഷ്ഫലമായി നാം പോരാടേണ്ടി വന്നേക്കാം. ഒരു വഴി രക്ഷപ്പെടാൻ, പക്ഷേ ഒരു വഴി മാത്രമേ ഉണ്ടാകൂ. കനത്ത മൂടൽമഞ്ഞ് ഭൂപരപ്പിനും മീതെ മാത്രമേ പക്ഷേ ഉണ്ടാകൂ. കാർമേഘങ്ങൾക്കപ്പുറം ദൈവത്തിൻ്റെ വെളിച്ചം പ്രകാശിക്കുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ സൂര്യവെളിച്ചത്തിലേക്ക് വിശ്വാസത്തിൻ്റെ ചിറകടിച്ച് നാം ഉയർന്ന് എത്തുകയാണ് വേണ്ടത്. അപ്രകാരം പഠിക്കുവാൻ പാഠങ്ങൾ പലത് നമുക്കുണ്ട്. സമതലങ്ങളിലോ മലയോരങ്ങളിലോ തനിച്ചു വളരുന്ന വൃക്ഷം അതിൻ്റെ വേരുകളെ ഭൂമിയുടെ ആഴത്തിലേക്ക് താഴ്ത്തിയിറക്കി അതിൻ്റെ പരുക്കനായ കരുത്തിൽ കൊടുങ്കാറ്റിനെ ജയിക്കുന്നു. ഇത്തരം വൃക്ഷത്തിൽ നിന്ന് നാം ആശ്രയത്തിൻ്റെ പാഠം പഠിക്കുന്നു. വളഞ്ഞു പിരിഞ്ഞ് രൂപഗുണമില്ലാത്ത ചെറിയ തൈമരമായി വളർന്നാൽ അതിൻ്റെ ആദ്യകാല സ്വാധീന ശക്തി നഷ്ടമായാൽ ഭൂമിയിലെ യാതൊരു ശക്തിക്കും അതിൻ്റെ നഷ്ടപ്പെട്ട ഘടന പുനഃസ്ഥാപിക്കാൻ കഴിയുകയില്ല. വിശുദ്ധ ജീവിതത്തിൻ്റെ രഹസ്യത്തെ വെള്ളത്തിലെ താമരയിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ചെളി നിറഞ്ഞ ഒരു കുളത്തിൽ കളകളും പാഴ്വസ്തുക്കളും കൊണ്ട് ചുറ്റപ്പെട്ട താമര അതിൻ്റെ മൂടിനെ, അതിൻ്റെ വേരിനെ അടിയിലെ ശുദ്ധമായ മണലിന്മേൽ ഉറപ്പിക്കുന്നു. അവിടെ നിന്ന് അത് അതിൻ്റെ ജീവൻ വലിച്ചെടുക്കുന്നു. പിന്നീട് അത് തൻ്റെ നറുമണമുള്ള
മൊട്ടുകളെ കളങ്കരഹിതമായ വിശുദ്ധിയുടെ വെളിച്ചത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ പ്രകൃതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഞങ്ങൾ മരങ്ങൾ നോക്കിക്കേ, അതിൻ്റെ വേര് എന്തു ചെയ്യുന്നു? ഭൂമിയിൽ ഉറപ്പിച്ച് വലിയ കൊടുങ്കാറ്റുകൾ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിനെ പിടിച്ചു നിർത്തുന്നു. തനിച്ച് നിൽക്കുന്ന മരം പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ താമര ചേറ്റിലാണ് വളരുന്നത്, പക്ഷേ അതിൻ്റെ വേര് ഏറ്റവും അടിയിലുള്ള മണലിൽ ഉറപ്പിച്ചിട്ട് അവിടെ നിന്ന് അതിൻ്റെ ജീവൻ വലിച്ചെടുത്ത് നറുമണമുള്ള കളങ്കരഹിതമായ വിശുദ്ധിയുടെ വെളിച്ചത്തിലേക്ക് അത് മുട്ടുകൾ വിരിച്ചു വരുന്നത് പോലെ നാമും പ്രിയമുള്ളവരെ പ്രകൃതിയിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ച് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഉറപ്പിച്ച് ദൈവം മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ, ആ ദൈവമാണ് നമുക്ക് ജീവൻ നൽകുന്നത്, ആ ദൈവമാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് ആ ദൈവത്തിൽ പിടിച്ചു നിൽക്കുവാൻ, ദൈവം പ്രകൃതിയിലുള്ള സകലത്തിനെയും സംരക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ അവരെക്കാളും ശ്രേഷ്ഠമായി സൃഷ്ടിക്കപ്പെട്ട നമ്മളെ ദൈവം സംരക്ഷിക്കുകയില്ലയോ? ദൈവം നിശ്ചയമായും നമ്മളെ സംരക്ഷിക്കും. പക്ഷേ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിറവേറ്റുന്നുണ്ട്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തി നമ്മൾ വിശ്വസ്തരായിരിക്കേണ്ടതുണ്ട്. നമ്മുടെ വിശ്വാസത്തെ നമ്മൾ മുറുകെ പിടിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ പ്രകൃതിയിൽ നിന്ന് നമുക്ക് പലതും പഠിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിൽ ഉയർത്തിക്കൊണ്ട് താമരയെപ്പോലെ നറുമണമുള്ള മൊട്ടുകളെ കളങ്കരഹിതമായ വിശുദ്ധിയുടെ വെളിച്ചത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ഉത്സാഹത്തോടെയും വിശ്വസ്തോടെയും ചെയ്യാം. അതിനായി ദൈവം നമ്മളെ ഇടയാക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ അങ്ങയുടെ വചനം കേൾപ്പ് ഞങ്ങളെ സഹായിച്ചതിന് സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ചതുപോലെ കർത്താവേ, പ്രകൃതിയിൽ നിന്ന് ഞങ്ങൾക്ക് പലതും പഠിക്കാനുണ്ട്. പ്രകൃതിയിലുള്ളതായ പക്ഷികളെയും മൃഗങ്ങളെയും മരങ്ങളെയും ഒക്കെ അവിടെ നിന്ന് സംരക്ഷിക്കുന്നു. എന്നാൽ അവരെക്കാളൊക്കെ എത്രയോ ശ്രേഷ്ഠമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾക്ക് കർത്താവെ അവിടുന്ന് പൂർണ്ണമായ സംരക്ഷണം നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഞങ്ങൾ വിശുദ്ധിയോടെ വിശ്വസ്തയോടെ ഉത്സാഹത്തോടെ നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനെ കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. തിരുനാമ മഹത്വത്തിന് ജീവിപ്പം ഞങ്ങളെ സഹായിക്കണം. സകലം യേശു നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കണം സ്വർഗീയ പിതാവേ, ആമേൻ. ഏവർക്കും ഏറ്റവും നല്ല ദിവസം നേരുന്നു. ഈ ദിവസത്തിൻ്റെ ഏറ്റവും നല്ല അനുഭവം നമുക്കുണ്ടാവട്ടെ. ആരംഭം മുതൽ അവസാനം വരെ ദൈവിക നടത്തിപ്പുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.